ഹായ് എവ്രി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് ഫ്ലാക്സീഡ് ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ ഹെയറൊക്കെ ഒന്ന് വളർത്താൻ വേണ്ടി നമ്മൾ കുറച്ച് അല്ലേ ഇനി കുറച്ച് ഹെയർ കെയറും കൂടെ നമുക്കാവാം. എന്നോട് എല്ലാവരും പറയുന്നത് മുടി വെട്ടണ്ടായിരുന്നു, കൊള്ളത്തില്ല ഇപ്പം, അത് മൊട്ടത്തല പോലെയാണ് മുടിയെന്ന് പറയുന്നു, കൊള്ളത്തില്ല പറയുന്നു, മുടി വേണമെന്ന് പറയുന്നു, മുടി വെട്ടിക്കഴിഞ്ഞപ്പോൾ ഇതെല്ലാം പറയുന്നത്. അപ്പം എനിക്ക് മുടി വളർത്തണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഹെയർ തേക്കാൻ പോകണം. അപ്പം നമുക്ക് തുടങ്ങാം. ഫ്ലാക്സീഡ്, പിന്നെ റോസ്മേരി, പിന്നെ ഉലുവ, ക്ലോവ്സ് എടുത്ത് കാണിക്കാം. അത് പിന്നെ ഈ ഗ്രാമ്പു ഒക്കെ ഇട്ടാണ് ഞങ്ങളൊരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത്. കാണിക്കതല്ല, നമ്മുടെ റോസ്മേരിയാണ്. അങ്ങനെ കേട്ടോ. എൻ്റെ മുടി പണ്ട് തൊട്ടേ ഉള്ളില്ലാത്ത മുടിയാണ്, അതുകൊണ്ടാണ് മുടി ഇല്ലാതിരിക്കുന്ന ഒട്ടും ഉള്ളില്ലാത്ത പോലത്തെ ഒരു ഫീൽ. അപ്പം നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇത് ഇച്ചിരി തണുപ്പൊക്കെ ആയിട്ടും നമുക്ക് ഹെയർ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പം നമ്മൾ തണുക്കാൻ വെക്കാം, ഒരു 10-15 മിനിറ്റ് വെക്കാം. ഹെയർ അപ്ലൈ ചെയ്ത് നമുക്ക് കുളിക്കണം പിന്നീട്. അപ്പം ഓക്കെ ബൈ. ഹായ് എവ്രി വൺ. അപ്പം ഞങ്ങൾ എല്ലാം റെഡി ആക്കിയിട്ട് അത് തണുക്കാൻ വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ ഇവിടെ 5:05. ഞങ്ങൾക്ക് ഷോപ്പിങ്ങിനൊക്കെ പോകണം. അപ്പോൾ ഇതൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. നമുക്ക് ഹെയറിൽ ഇത് അപ്ലൈ ചെയ്യാം. അപ്പം നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ഇത്. നല്ല പിന്നെ ഹെയർ ഒക്കെ നല്ല തണുപ്പ് കിട്ടും ഹെഡിന്. നല്ല ഇപ്പൊ നമുക്കിത് സമ്മർ സീസൺ ഇത് അരക്കണം. അരക്കല്ല, ഇതിങ്ങനെ മിക്സി എടുത്താലോ. അതിന് മിക്സിക്കകത്തിട്ട് പേസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്ത് നമ്മുടെ ഹെയറൊക്കെ നമുക്ക് ഗ്രോത്ത് ആവും. നമുക്ക് ട്രൈ ചെയ്യാം. ഇത് ഞങ്ങൾ ഫസ്റ്റ് ട്രൈ ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്കിത് അരിച്ചെടുക്കാം. കാരണം ഇത് എനിക്ക് തേക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അവള് തേക്കത്തില്ല, ഞാനാ തേക്കത്തുള്ളൂ. നിങ്ങളോ നിൽക്കുക, അത് നീ അടിയിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുക. എനിക്ക് തേക്കാനുള്ളതുള്ളൂ, ഇച്ചിരി ഉള്ളൂ. നോക്ക്, ഇത് മുഴുവൻ ഒഴിച്ചോളി. ഇല്ലാതെ പകുതി കളഞ്ഞിട്ട് കണ്ണി കൂട്ടി വരണം. ചെറിയ നമുക്ക് ഇനി തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഇവിടെ എടുക്കും. വേണമെങ്കിൽ ഞങ്ങൾക്ക് ഓയിലി വെക്കാം അല്ലേ? നല്ല ഡ്രൈ ആയിട്ടുള്ളത്. ഇതെല്ലാം ഇന്ന് കുളിക്കുന്നില്ല തല. ഇന്ന് നമുക്കിത് തേച്ചിട്ട് നാളെ തല കഴിയാൻ മതി. ഇതെല്ലാം നമ്മുടെ ഹെയറില് അല്ലേ? ഇന്നത്തെ കുളി നമ്മുടെ കഴിഞ്ഞിരിക്കുന്നു.
അപ്പോൾ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുവാണ് ഇവിടെ ഞങ്ങളുടെ വീഡിയോ. അപ്പോൾ ഞങ്ങളുടെ ഹെയർ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നാളെ ഉള്ളൂ കുളിക്കുന്നുള്ളൂ. ഇന്നുകൊണ്ട് ഫിനിഷാണ്. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് പർച്ചേസ് ചെയ്യാനൊക്കെ പോകേണ്ടതുണ്ട്. യെസ്, നമുക്ക് ഇന്ന് അരിയൊക്കെ മേടിക്കാൻ പോവാണ്. ഞങ്ങൾക്ക് ഒന്നുമില്ല ഇവിടെ അല്ലേ. പിന്നെ ഞങ്ങൾക്ക് മാഡം കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മാഡം കൊണ്ട് തന്നതാണ് ഈ ഒരു ഒനിയൻ. പിന്നെ ഇത്തിരി പൊട്ടറ്റോ ഒത്തിരി കൊണ്ടു തന്നു. പിന്നെ ഒന്നും കൊണ്ടു തന്നില്ല. ഇനി ഞങ്ങൾ അരി മേടിക്കാൻ പോകണം. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. ഞങ്ങളുടെ പൈസയൊന്നുമില്ല. എന്നാലും ഈ മാസം ഞങ്ങൾക്ക് ഇതൊക്കെ മേടിച്ചു തന്നില്ലേ. താങ്ക് യു സോ മച്ച്. വലിയ കാര്യം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാക്കിയ പാത്രം നമുക്ക് കഴുകി വെക്കേണ്ടതായിട്ടൊരു അത്യാവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് കഴുകിയിട്ട് തരാം. അപ്പം അത് 2 പാത്രമേ ഉള്ളൂ. അപ്പം ഇത് ഞങ്ങൾ കഴുകി കഴിഞ്ഞതിനകത്ത് നമുക്ക് കോഫി വെക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് കോഫി വെക്കാം. നമ്മുടെ ഈ പാത്രം നമ്മൾ കഴുകി. ആ പാടെ 2 പാത്രം ഉള്ളായിരുന്നു. അത് 2 നമ്മൾ കഴുകി. ഇനി ഈ പാത്രത്തിന്റെ സ്ഥലത്ത് കൊണ്ട് നമുക്ക് അപ്പോൾ നമ്മൾ ആ പണി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് കോഫി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ കോഫിയുടെ പാത്രമൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാത്രം. നമുക്ക് അത് വെള്ളം നിറയ്ക്കാം. അപ്പോൾ നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. നമുക്കിനി നമ്മുടെ സ്റ്റൗ ഓണാക്കാം. പക്ഷെ ഇത് ഓണാകുന്നില്ല എത്ര കുത്തിയിട്ടും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഗ്യാസ് ഓഫായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴാണ് കറക്റ്റായത്. നമ്മൾ ശരിയായിട്ട് വെച്ചു. ഇനി നമുക്കിത് വെള്ളം തിളയ്ക്കുന്നോണം വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പൊടിയിട്ട് കോഫി കുടിക്കാം. പിന്നെ റെഡിയാകുക. പിന്നെ നമുക്ക് ഷോപ്പിങ്ങിന് പോവുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് കോഫി റെഡി ആവുന്നോണം വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരുങ്ങാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ എൻ്റെയും ആര്യയുടെയും ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റൊക്കെ ഇടണം. അങ്ങനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പോഴൊരു 10-15 പേരെങ്കിലും കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഞങ്ങളുടെ നന്ദി. ഇനി കാണണം എല്ലാവരും, ഒത്തിരി പേര് കാണണം. അങ്ങനെ ഞങ്ങൾ പൈസയൊക്കെ കിട്ടി തുടങ്ങട്ടെ. നമുക്കിവിടെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യണം. അപ്പം ഇതാണ് ആര്യ, ഞാനാണ് അർച്ചന. അപ്പം ഞങ്ങളുടെ 2 പേരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ആൾക്കാർ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. മെയിനായിട്ട് ഞങ്ങൾക്ക് ഇതിനൊക്കെ പൈസ കിട്ടുവാണെങ്കിൽ ജോലിക്കൊക്കെ പോകാതെ വീട്ടിലിരിക്കണം. അതാണ് ആഗ്രഹം. അതിനു വേണ്ടിയാണ്. ഇനി കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ചിട്ട് നമ്മൾ ഫാമിലിയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം എന്തെങ്കിലും ഏണിങ്സ് ഒക്കെ കിട്ടണ്ടേ. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോഴേ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത്. അപ്പം നിങ്ങൾ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ലക്ഷ്മി ചേച്ചിക്ക് മാത്രം മതിയായിരുന്നു ഷുഗർ. അപ്പോൾ ആ ചേച്ചിക്ക് മാത്രം ഷുഗർ ഇട്ടു. പിന്നെ നമ്മൾ വെള്ളം ഇച്ചിട്ടുണ്ട്. ഗ്യാസ് എല്ലാം ഓഫാക്കി നമുക്ക് ഇതിൽ കുടിക്കാം. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് കാര്യം ശ്രദ്ധിച്ചു കൊടുക്കുന്നത്, ഇതാണ് ഞങ്ങളുടെ പുതിയൊരു ഫ്രിഡ്ജാണ്. ഞങ്ങൾക്ക് മേഡം പുതിയത് കൊണ്ട് തന്നതിൻ്റെ ഒരാഴ്ച പോലും ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. അതിന് മുമ്പ് ഈ ഫ്രിഡ്ജ് പോയി. ഈ തല വീഴാനൊരു ഭാഗ്യം. അതൊക്കെ ഉരുണ്ട് താഴെ വീണു. അതിവിടെ ഞങ്ങൾ മാറ്റി വെച്ചിട്ട് കോഫി ഇതാണ്. ഇത് കടുപ്പമില്ലാത്ത കോഫി.